എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ ഖബറിന്റെ അകത്ത് നിന്ന് ആദ്യമായിട്ട് എഴുന്നേറ്റ് വരുന്നത് മുത്തുനബിയാ. 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്. ആ പ്രവാചകന്മാരുടെ ഓരോ പ്രവാചകന്മാർക്കും അനുയായികളുണ്ട്, അനുയായികളില്ലാത്ത പ്രവാചകന്മാരുമുണ്ട്. അല്ലാഹുവേ, അവരിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അത് കഴിഞ്ഞിട്ട് മുത്തുനബിയുടെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, എന്റെയും നിങ്ങളുടെയും അഭിലാഷമായ സ്വർഗമുണ്ടല്ലോ, ഞാനും നിങ്ങളും കൊതിക്കുന്ന സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ ആദ്യമായിട്ട് കിടക്കുന്നതാരാ? ആദം നബി അലൈഹിസ്സലാമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആദം നബി താമസിച്ചത് ആ സ്വർഗത്തിലാണല്ലോ. ആ സ്വർഗത്തിൽ കടന്ന പ്രവാചകനാണല്ലോ ആദം നബി അലൈഹിസ്സലാം. യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി الشجرة فتكونا من الظالمين. ആദം നബി അലൈഹിസ്സലാമിനെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ റളിയല്ലാഹു തആല അൻഹ, ഇവർ രണ്ടുപേരെയും സ്വർഗത്തിലേക്ക് കടത്തിവിടുന്ന സമയത്ത് അല്ലാഹു അവിടുന്ന് പറഞ്ഞതാണ്, ആദം നബി കടന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് പടച്ചവനെ ആദ്യമായിട്ട് കടന്നു പോകുന്നതാരാ? ആ സ്വർഗം തുറക്കുന്നതാരാ? എന്റെയും നിങ്ങളുടെയും കരളിന്റെ കഷ്ടമായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, അന്ത്യനാളിൽ പ്രവാചകന്മാർ ഏറ്റവും കൂടുതൽ അനുയായികൾ ഉള്ളത് എനിക്കാണ്. എന്നിട്ട് മുത്തുനബി പറയുന്നു, ഞാനായിരിക്കും സ്വർഗ കവാടത്തിൽ ആദ്യമായിട്ട് മുട്ടുന്നത് ഞാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലം താണ്ടിയിട്ട് റിദ്വാൻ എന്ന മലക്കിൽ കാവൽ നിൽക്കുന്ന പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ കവാടമുണ്ടല്ലോ, ആ കവാടത്തിൽ ആദ്യമായിട്ട് പോയി മുട്ടുന്നതാരാ? അത് ഞാനാണ് സഹാബ, അത് ഞാനാണ് സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് ആദ്യമായിട്ട് സ്വർഗത്തിന്റെ കവാടത്തിൽ മുട്ടുന്നത്. അവിടെ ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അന്ത്യനാളിൽ ഞാൻ സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ ഞാനാണ് ചെല്ലുന്നത്, ഞാനാണ് സ്വർഗം തുറക്കാൻ ആവശ്യപ്പെടുന്നത്. മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഞാനാണ് നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടത്തിൽ ആദ്യം പോയി മുട്ടുന്നത് ഞാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അങ്ങനെ പ്രവാചകൻ മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, പ്രവാചകൻ അവിടുന്ന് സ്വർഗത്തിന്റെ കവാടത്തിൽ മുട്ടിയിട്ട് പറയും, അവിടുന്ന് തുറക്കാൻ ആവശ്യപ്പെടും. ആ സമയത്ത് റിദ്വാൻ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ കാവൽക്കാരൻ ചോദിക്കും, നീ ആരാ? ഞാൻ അവിടുന്ന് പറയും, മുഹമ്മദ്. അപ്പോൾ കാവൽക്കാരൻ പറയും, അത്ര നിനക്ക് മുമ്പ് ഒരാൾക്കും ഞാനിത് തുറക്കപ്പെട്ടിട്ടില്ല എന്ന് ആ മലക്ക് പറയുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. റിദ്വാൻ എന്ന മലക്ക് ചോദിക്കുക, ആരാ? അത്ര ധൈര്യത്തിൽ വന്ന് ചോദിക്കണ്ടേ, ആരാ? അവിടുന്ന് പറയും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ ആ മലക്ക് പറയും, നിനക്ക് മുമ്പ് ഒരാൾക്ക് വേണ്ടിയും ഇത് തുറക്കപ്പെട്ടിട്ടില്ല. അവിടുന്ന് സ്വർഗത്തിന്റെ കവാടം തുറക്കും. അള്ളാഹുവിന്റെ റസൂലാണ് ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് കടക്കുന്നത് എന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സിറാത്ത് ആദ്യമായിട്ട് കിടക്കുന്നതാരാ? സിറാത്ത് എന്ന് പറയുന്ന പാലം, ഒരു ദിവസം അതിനെക്കുറിച്ച് തന്നെ പഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. തൂക്കുപാലത്തിൽ പോയ ഓർമ്മ മാത്രമേ നമുക്കുള്ളൂ. സിറാത്ത് എന്ന് പറയുന്നൊരു പാലമുണ്ട്, കേട്ടിട്ടുണ്ടാ? സിറാത്ത് എന്ന് പറയുന്നൊരു പാലമുണ്ട്. ഒരിക്കലും ഒരു മനുഷ്യന്റെ ചിന്തിച്ചവന് മനസ്സിലാവില്ല. കയറ്റവും ഇറക്കവും നിരപ്പും. ഒരു കയറ്റമുണ്ട്, ഒരു ഇറക്കമുണ്ട്, ഒരു നിരപ്പുമുണ്ട്. പക്ഷേ എത്ര കൊല്ലത്തെ ദൂരം കാണുമെന്നറിയോ? അല്ലാഹു കാക്കുമാറാകട്ടെ.
എത്രയോ കോടാനുകോടി കിലോമീറ്ററുകൾ ദൂരമുണ്ട് കയറ്റവും ഇറക്കവും. അപ്പൊ ഇത്രയും നീളമുള്ള ഈ സിറാത്ത് പാലം അള്ളാഹു അത് കടക്കുന്നവരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അള്ളാഹു പെടുത്തുമാറാകട്ടെ. ആ പാലം കടക്കണോ? ആ പാലം കടക്കണോ? ആ പാലം കടന്നു പോകുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി തങ്ങൾ പറയുകയാണ്, നാളെ ആ പാലത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോ മഹാനായ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ കാത്തു നിൽക്കും ചിലരെ. നാളെ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ, ആ സിറാത്ത് എന്ന പാലത്തിന്റെ മുന്നിലെത്തുമ്പോൾ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിങ്ങനെ കാത്തു നിൽക്കും. ചില ആൾക്കാരെ കണ്ട ഉടനെ അവിടെ നിന്ന് കയ്യിൽ കയറി പിടിച്ച് ആ സിറാത്ത് കടത്തി സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബിയിന റസൂലുള്ളാഹി. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ആരാ വിഭാഗം? ആരാ അറിയോ? ജിബ്രീൽ അലൈഹിസ്സലാം കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആരാ അവർ? അവര് പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരെയാണെന്ന് നബിയിന റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവർ. 2 ദിവസം മുമ്പ് മൊബൈലിൽ ഒരു വീഡിയോ വന്നു. ആരോ ഒരാളിങ്ങനെ വാട്സപ്പിൽ ഇട്ടതാ, ഉസ്താദെ എന്റെ ഉമ്മയെ ആരോ മരണപ്പെട്ടു പോയി, ദുആ ചെയ്യണം. ഞാനിങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുക, എന്താ ഈ വീഡിയോ എന്ന് എനിക്ക് മനസ്സിലായില്ല. 2 പേരിങ്ങനെ പിടിച്ചിട്ടുണ്ട് ഒരു തസ്ബിയ. ആ ഉമ്മയുടെ കയ്യിൽ ഉമ്മ ദിക്റ് പറയാൻ ഉപയോഗിച്ചിരുന്ന ഒരു തസ്ബി. പടച്ചവന് 500 മുത്തുകളുണ്ടത്ര. 500 മുത്തുകൾ. സത്യം പറഞ്ഞാൽ ഇത്ര നീളം കാണും. എന്റെ മൊബൈലിൽ ഇതിന്റെ വീഡിയോ കിടപ്പുണ്ട്. ആ സഹോദരൻ പറയുന്നു, ഉമ്മ ഇതുകൊണ്ടാണ് തസ്ബീഹ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഉമ്മ മരണപ്പെട്ടു പോയി, നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ തസ്ബീഹ് അദ്ദേഹത്തെ അവർ മകനാണെന്ന് തോന്നുന്നു, മകനും മകന്റെ മകനും കൂടെ 500 മുത്തുമണികളുള്ളൊരു തസ്ബീഹ്. ഒന്ന് കൂട്ടി ഒന്ന് ചിന്തിച്ചു എത്ര വലുതാണ്. കാണേണ്ടവർക്ക് ഞാൻ കാണിച്ചുതരാൻ എന്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, ആ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അപ്പൊ അത്രയും നീളം. പണ്ടുള്ളവരങ്ങനെ ഇതിനാ ഇത്രയും വലിയ തസ്ബീഹ്. പടച്ചവനെ, സ്വലാത്തുകൾ, ദിക്റുകൾ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഉമ്മയ്ക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വലാത്ത് പറയുന്നവർ നൂറുകണക്കിനൊന്നും വേണ്ട. ആരെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ന് വെള്ളിയാഴ്ച രാവാ സ്വലാത്ത് പറയേണ്ട രാവ്. അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മുടെ പള്ളിയിൽ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞപ്പോ ഹദ്ദാദ് റാത്തീബ് നമ്മുടെ പള്ളിയിൽ നോദി. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ വിചാരിച്ചതൊക്കെ എന്നെ നിർത്തിയെന്നിട്ട്. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഞാനായിട്ട് തുടങ്ങിയതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അൽഹംദുലില്ലാഹ്. അല്ലാഹു അതിന് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഇന്ന് മനസ്സിന് വലിയ സന്തോഷം. ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ മൊബൈലിൽ നോക്കിയാണ് പലരും ഓതിയത്. ഇന്ന് അൽഹംദുലില്ലാഹ് ഹദ്ദാദ് റാത്തീബിന്റെ കിതാബ്, ചെറിയ പുസ്തകം ഇവിടെ എല്ലാവർ കയ്യിൽ കൊടുക്കുന്നു. ഇത് പുണ്യമെന്നറിയോ? പണ്ടൊക്കെ അത് എന്തുകൊണ്ടാണ് ഇപ്പൊ കൊറോണയൊക്കെ വന്നത്? അള്ളാഹുവിന്റെ വിപത്തുകൾ, മരുന്നുകളില്ലാത്ത രോഗങ്ങൾ, ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ട്? നമ്മൾ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ മറന്നുപോയി. പലർക്കും അതൊക്കെ ഓതാനൊക്കെ വലിയ എന്തോ ബേജാറപ്പ, അല്ലെ? വല്ല മടി. പലർക്കൊക്കെ വലിയ മടിയാണ്. അള്ളാഹുവേ പടച്ചവൻ ഇതൊക്കെ ഉണ്ടോ ഇല്ലേ? ഓടുക ചിലരൊക്കെ. സുബ്ഹാനല്ലാഹ്. വേണ്ടവൻ ഓത്, അനുഭവിക്കേണ്ടവൻ അനുഭവിക്കും. അതുകൊണ്ട് നല്ലത് കിട്ടുന്നവർക്കറിയാം. അൽഹംദുലില്ലാഹ്. അതൊക്കെ ഓതുന്നവർ, ഞാനൊക്കെ എൻ്റെ വീട്ടിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ അൽഹംദുലില്ലാഹ് അത് ഓതാറുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതൊക്കെ തന്നെയാ ജീവിതത്തിന്റെ ഐശ്വര്യം. ഇതൊക്കെ തന്നെ, വേറൊന്നുമില്ല. അല്ലാതെ നമ്മൾ വന്ന് മുട്ടുകുത്തി വീഴുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിത്യമായിട്ട് പണ്ട് എല്ലാ വീടുകളിലും, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കയറി നോക്ക്. യൂട്യൂബിലൊക്കെ കയറിയിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നിത്യമായി ചെയ്യുന്ന മഹത്തുക്കൾ. ഈ അടുത്ത് നമ്മളെ വിട്ട് വിട പറഞ്ഞു പോയ മഹാനായ ശൈഖുന വാവാട് ഉസ്താദ്, അല്ലാഹു ഖബറടം വിശാലമാക്കുമാറാകട്ടെ. മഹാനവറുകളുടെ മരണമൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. എന്ത്ര അത്ഭുതത്തോടുകൂടി. എന്റെ പ്രിയപ്പെട്ടവരെ, അത്തിപ്പറ്റ ഉസ്താദ് കഴിഞ്ഞാൽ എടുത്തു പറയാൻ കഴിയുന്ന വലിയൊരു പണ്ഡിതൻ, ദുആ ചെയ്യാൻ. മരണം മുൻകൂട്ടി മനസ്സിലാക്കി തന്റെ മക്കളെ മക്കാമിലേക്ക് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് എന്റെ മയ്യത്തടക്കാൻ പാണക്കാട് നിന്ന് തങ്ങന്മാര് വരും എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ എന്ന് നേരത്തെ കാലത്തെ പറഞ്ഞു വെച്ചിട്ട് മരണപ്പെട്ടു പോകുന്നവർ. എന്റെ പ്രിയതാണ് മഹത്തുക്കൾ. അള്ളാഹുവിന് ഭയന്നുകൊണ്ട് തഖ്വയിൽ അനിശ്ചിതമായി ജീവിച്ചവരവരൊക്കെ അള്ളാഹു ഇവിടുത്തെ ഖബറിടം സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഇവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ദിക്റുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്മിറ്റി മാറിയാലും മാറിയില്ലെങ്കിലും
കമ്മിറ്റി മാറിയാലും മാറിയില്ലെങ്കിൽ ഇതൊക്കെ നിർത്തരുത്, ഇതൊക്കെ നടക്കണം. ഇതൊക്കെ ഇപ്പൊ കുറെ പുസ്തകങ്ങളിൽ നിന്നൊക്കെ അറിവ് പഠിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ഇല്ലാതായി തോന്നും. ഇതൊക്കെ ഇനി അങ്ങോട്ട് പോകും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഹുതുബ ഓതാൻ തുടങ്ങും. ഇങ്ങനത്തെ പല കാലങ്ങളും വരും. രാവിലെ കിട്ടുന്ന എന്താ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഓരോ മനുഷ്യന്റെ അവസ്ഥകളെ കുറിച്ചൊക്കെ. സുബ്ഹാനല്ലാഹ്. വല്ല ഓൺലൈൻ ആയതുകൊണ്ട് ലൈവായിട്ട് വഴുതു പോകുന്നതുകൊണ്ട് നാട്ടുകാരോട് പറഞ്ഞാൽ മതിയില്ല, എന്തിനാണ് വല്ലവരെയും കേൾപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ സങ്കടം തോന്നിപ്പോകും. എന്തേ മനുഷ്യൻ ഇങ്ങനെ ആയിപ്പോയെന്ന്, എന്തേ ഇങ്ങനെ ആയിപ്പോയത് എന്ന്. ഒരിക്കലും ഒരു സ്ഥിരതയില്ലാത്തൊരവസ്ഥ അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരപ്പ ഞാൻ പറഞ്ഞു വന്നത്, പണ്ടുള്ള തലമുറകൾ അങ്ങനെ ആയിരുന്നവർക്ക് മൗലിദുണ്ടായിരുന്നു, റാത്തീബ് ഉണ്ടായിരുന്നു, ദിക്റുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബുറുദ ഓതുന്ന, ഇപ്പൊ ബുറുദയൊന്നും കേൾക്കാൻ തന്നെ ഇല്ല. അങ്ങനെ ഒരുപാട് മദ്ഹുകൾ, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ട്. ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായൊരു രോഗമാണ്. ആ രോഗത്തെക്കുറിച്ച് മാത്രമേ നമുക്കൊന്നും കേട്ടറിവ് പോലുമില്ലായിരുന്നു, പ്ലേഗ് രോഗം. അത് കഴിഞ്ഞിപ്പോ നോക്കുമ്പോ ഇങ്ങനെയൊക്കെയുള്ള വിപത്തുകൾ നമ്മളെ തേടി വരാനുള്ള കാരണം നമ്മുടെ മുൻഗാമികൾ ചെയ്തുകൊണ്ടിരുന്ന പല ഇബാദത്തിലും നമ്മൾ തെളിവ് ചോദിക്കാൻ തുടങ്ങിയപ്പോ അള്ളാഹു ഇങ്ങനെയുള്ള പലതും നമുക്ക് കാണിച്ചു തന്നു. നമ്മൾ പല തെളിവുകളും ചോദിക്കാൻ തുടങ്ങി. ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ തുടങ്ങി. മൈക്ക് സെറ്റ് കെട്ടിയിട്ട് പരസ്യമായിട്ട് ഈ ഉമ്മത്തിന്റെ അനുയായികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ തുടങ്ങി. അങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പോ അള്ളാഹു എല്ലാത്തിനെയും പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവിടുന്ന് സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നത്. ആ സിറാത്ത് എന്ന് പറയുന്ന പാലം കടന്നു പോകുന്നത് ആദ്യമായിട്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരലോകത്ത് നരകത്തിന്റെ മുകളിലൂടെ സ്ഥാപിക്കപ്പെട്ട ഒരു പാലമാണ് സിറാത്ത്. സത്യവിശ്വാസികൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ അല്ലാതെ കടന്നു പോകാൻ കഴിയില്ല. വേറെ ഒരു വഴിയുമില്ലല്ലോ. അതിന്റെ മുകളിൽ കയറണമല്ലോ. ഈ ലോകത്ത് കടന്നു വന്നവർ മുഴുവനും സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ മുകളിൽ കാല് വെക്കേണ്ടവരാണ്. എന്റെ പ്രിയപ്പെട്ടവര്, അതിന്റെ മുകളിലേക്ക് കാല് വെച്ച് കഴിയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അസ്സിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സ്വൈഫി. വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ മൂർച്ചയുള്ള എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മുടിയെടുക്ക്, തലയിലെ ഒരു മുടിയെടുത്തിട്ട് ഏഴായിട്ട് ഇങ്ങനെ കീറിയെടുക്ക്. എന്നിട്ടൊരംശം ഇങ്ങനെ എടുത്ത് നോക്കണം. എത്ര നേർമയാണോ ഇതുപോലെയാണ് സിറാത്തിന്റെ പാലമിരിക്കുന്നത്. വല്ലാത്ത ഇരുളാണ്, വല്ലാത്ത വഴുവഴുപ്പാണ്, വല്ലാത്ത മൂർച്ചയാണ്. അതുമാത്രമല്ല, അടിയിലെ തീയ, നരകത്തിന്റെ തീയുടെ മുകളിലാണ് പടച്ചവനെ ഇത് കെട്ടിവെച്ചിരിക്കുന്നത്. ഈ പാലത്തിന്റെ മുകളിലൂടെ നടന്നു വേണം എന്റെ പൊന്നാര മുസ്ലിമേ, എന്റെ ചെറുപ്പക്കാരാ, കഥയല്ലടാ, ഇതൊന്നും ഒരു കഥയല്ല മോനെ. ഈ പാലത്തിന്റെ മുകളിലൂടെ വേണം അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാ. അപ്പോഴാണ് നരകത്തിന്റെ തീയാലുള്ള കൊളുത്തുകൾ വന്നിങ്ങനെ റാഞ്ചുകയാണ്. പടച്ചവനെ, നരകത്തിന്റെ കൊളുത്തുകൾ വന്ന് നരകത്തിലേക്ക് കൊണ്ടുപോവുകയാ. പടച്ചറപ്പേ, റസൂലുള്ളാഹി തങ്ങളാണ് ഈ സിറാത്ത് ആദ്യമായിട്ട് കടന്നു പോകുന്നത്. പിന്നെയാണ് പ്രവാചകന്റെ പുറകെ പലരും പോകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമുക്കതിന്റെ മുകളിലൂടെ കടന്നു പോകാൻ ഒരർഹതയില്ലല്ലോ, ഒരു യോഗ്യതയില്ലല്ലോ. കാരണം ജീവിതത്തിൽ എന്നെക്കാളും വലിയ പാപിയില്ലല്ലോ. ഓരോ മനുഷ്യനും ചിന്തിക്ക, കള്ളു കുടിച്ചവനെയും വ്യഭിചരിച്ചവരെയും പലിശ തിന്നുന്നവനെയും ഞാനും നിങ്ങളും കുറ്റം പറയരുത്. കാരണം അവൻ കള്ളു കുടിച്ചവനും വ്യഭിചരിച്ചവനെ പറയുമ്പോ ഞാനും നിങ്ങളും സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക്, എത്ര പാപം ചെയ്യുന്നവരാ, എത്ര പാപം ചെയ്ത് നടക്കുന്നവരാ. നമ്മളെക്കാലം നശിച്ചവരുണ്ടോ? പടച്ചവൻ അല്ലാഹുവേ, റബ്ബ് നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ട് അല്ലാഹുവിനെ നന്ദികേട് കാണിച്ചുകൊണ്ട്, എടാ കള്ളുകുടിയൻ നിസ്കരിക്കുന്നില്ല, ഞാൻ നിസ്കരിക്കുന്നുണ്ട്. കള്ളുകുടിയൻ ഖുർആൻ ഓതുന്നില്ല. വ്യഭിചരിച്ച് നടക്കുന്നവൻ ഖുർആൻ ഓതുന്നില്ല, ഞാൻ ഖുർആൻ ഓതുന്നുണ്ട്. പടച്ചവനെ, അവൻ നോമ്പ് പിടിക്കുന്നില്ല, ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ട്. ഞാൻ അല്ലാഹു
അല്ലാഹുവിൽ വിശ്വസിക്കുന്നവൻ അല്ലാഹുവിൽ വിശ്വാസമില്ല, അവന് പടച്ച റബ്ബിനെ അറിയില്ല, ഖബറിനെ കുറിച്ച് അറിയില്ല, മരണത്തെ കുറിച്ച് അറിയില്ല, പരലോകത്തെ കുറിച്ച് അറിയില്ല, നരകത്തിന്റെ തട്ടുകളെ കുറിച്ച് അറിയില്ല, നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് അറിയില്ല. ഈ അറിയുന്ന എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന പാപങ്ങള് ഞാനൊന്ന് സ്വന്തം ചിന്തിക്ക്, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്ക്. ഈ പായിപ്പാട് പള്ളിക്കകത്ത് കയറാത്തവനെ കുറ്റം പറയുന്നവനെ, ഈ പായിപ്പാട് പള്ളിക്കകത്ത് കയറാത്തവനെ നമ്മൾ കുറ്റം പറയുന്നു. ഓന് പള്ളിയില്ല, പട്ടമില്ല, നിനക്ക് പള്ളിയുണ്ട്, അതുപോലെ പാവമുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാനിവിടെ ഇന്ന് പ്രസംഗിക്കേണ്ട ആരെ കേൾക്കാനാ? നിങ്ങൾ ചിന്തിക്ക്. ഈ പായിപ്പാട് കൂടെ എത്രയോ പേര് നടക്കുന്ന, പള്ളിയില്ല, പട്ടവും ഇല്ല, കള്ളു പഠിച്ചിട്ട് റമദാനും പെരുന്നാളും നബിദിനവും എല്ലാം, അവൻ ഓണമുണ്ട്, ക്രിസ്മസും ഉണ്ട്, എല്ലാം ഉണ്ട്. ഓൻ എന്തിപ്പ? അവനൊന്നുമില്ല. അവനെ കുറിച്ച് അവനും ഖബറിനകത്ത് എന്താ വരുന്ന മലക്കേതാ വെച്ചാൽ അവൻ ഇങ്ങനെ വായും തുറന്നിരിക്കും. അങ്ങനുണ്ടോ ഇങ്ങനുണ്ടോ? നമ്മളെന്തിനാ അവനെ പറയുന്നത്? ഇതൊക്കെ അറിയുന്ന ആളാ. നിങ്ങളുടെ പള്ളിയിലെ ഖത്തീബ വൈകുന്നേരം മൈക്കിട്ടുമ്പോ ഇതുപോലെ കിടന്ന് വഴുതു പറയും. എന്റെ കയ്യിലിരിപ്പ് എന്താന്ന് എനിക്കില്ല അറിയത്തുള്ളൂ. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. ഒരാമീൻ പറഞ്ഞേ. ഇതില്ല, എന്താ പറയാ, പറയുമ്പോ നല്ലതുപോലെ പറ. ആരുടെ ആമീൻ അല്ല കേൾക്കണമെന്ന് അറിയത്തില്ല. ചിലപ്പോ ഞാൻ നന്നായി പോയാലോ. ഒരാമീൻ പറഞ്ഞു അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. അള്ളാഹു നന്നാക്കും. ഒന്ന് പറയാൻ സാരിയാ, ഒരു സ്നേഹമില്ല. ഇലക്ഷനൊക്കെ ജയിക്കണമെങ്കിൽ ആമീൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എല്ലാരും നിൽക്കുന്നവരൊക്കെ ആദ്യം വന്ന് ഇമാമിനെ കണ്ട് ഇൻഷാ അല്ലാഹ് ചോദിക്കണോ കേട്ടാ. ആദ്യം വന്ന് ഇമാമിനെ കാണണം ബർക്കത്തിനെട്ടാ. ഇൻഷാ അല്ലാഹ്. എന്നാ എന്നാണ് അങ്ങോട്ടത്തെ പരിപാടി? 5-ാം തീയതി ഇൻഷാ അല്ലാഹ്. എല്ലാവരും വന്ന് ആദ്യം കേട്ടോ. മദർലാൻഡിലേക്കൊക്കെ നിങ്ങൾക്കുള്ളവരൊക്കെ എല്ലാവരും ആദ്യം വന്ന സ്ഥാനം കാണണം ബർക്കത്തായിട്ട്. എന്നിട്ട് വേണം. അൽഹംദുലില്ലാഹ്. ശരി, അതെന്തെങ്കിലും ആകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആര് കയറിയാലും ഇതിന്റെ കാര്യത്തിൽ തീരുമാനമായാൽ മതിയായിരുന്നു. ആര് കയറിയാലും അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കും, അത്ര തന്നെ. ആരൊക്കെ വിചാരിച്ചാലും അള്ളാഹു ആണല്ലോ അതൊക്കെ കൊടുക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ സിറാത്ത് എന്ന പാലത്തിലൂടെ കടക്കണോ, അതിനുള്ള ഒരു എളുപ്പവഴിയാ പറഞ്ഞത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും 10 പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ, എല്ലാ മനുഷ്യനും ഏതെങ്കിലും ഒരു മനുഷ്യന് എല്ലാ ദിവസവും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു 10 സ്വലാത്ത് അവൻ മുടങ്ങാതെ പറഞ്ഞാൽ അവൻ നാളെ സിറാത്ത് പാലത്തിന്റെ മുന്നിലെത്തുമ്പോ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കും. അവന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും, വാടാ ചങ്ങാതി, ഞാൻ കൊണ്ടുപോകാൻ നിന്നെ സ്വർഗത്തിൽ. കാരണം നീ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവനാ, നീ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചവനാ. അവന്റെ കയ്യിൽ പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആ സ്വലാത്തിന്റെ മഹത്വമാ, നബിയുടെ മഹത്വമപ്പോ അവിടെ നിന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ് അവിടെ നിന്ന് സിറാത്ത് കടക്കുന്നത്. ആദ്യമായിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടെ നിന്ന് പ്രവാചകൻ പറയുന്നു, 6ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? 6ാമത്തെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? അൽ വസീല. അൽ വസീല എന്ന് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ഉന്നതമായ ഒരു പദവിയാണ് അൽ വസീല. അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ഏറ്റവും വലിയ ഒരു ഉന്നതമായ പദവിയാണ് ഇത്. അള്ളാഹുവിന്റെ പ്രവാചകന് മാത്രമാണ് ലഭിക്കുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഞാൻ നിങ്ങളും ബാങ്ക് വിളിച്ച് കഴിയുമ്പോൾ ദുആ ചെയ്യുമല്ലോ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീലത. അവിടെ നബി ദുആ ചെയ്യാൻ പറഞ്ഞല്ലോ. ഈ ദുആ ചെയ്യുന്നവനെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഈ ബാങ്ക് വിളിച്ചതിന് ശേഷം എനിക്ക് വസീല കിട്ടുന്നതിന് വേണ്ടി, എനിക്ക് വസീല കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യുന്നവനെ, എന്നോട് ശഫാഅത്ത് ചോദിക്കുന്നവനെ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് മുത്തുനബിയാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ഉയർന്ന ഒരു പദവിയാണ് വസീല.
വസീല എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാനമുണ്ടല്ലോ, അത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പടച്ചറബ് കൊടുക്കുകയാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല സമിഅ النبي صلى الله عليه وسلم يقول إذا سمعت المؤذن فيقول مثل ما يقول ثم صلوا علي فإنه من صلى على صلاة صلى الله عليه بها